സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മുടെ ബാക്ക് ടു ബൈബിളിൻ്റെ കർത്തൃമേശയെക്കുറിച്ചുള്ള വീഡിയോയുടെ ഒരു അനുബന്ധ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, എന്നാൽ പ്രേക്ഷകർ അനേക ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നവണ്ണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ, ചില പ്രതികരണങ്ങളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കർത്തൃമേശയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിൽ കർത്തൃമേശ വേണ്ട എന്ന് പോലും പഠിപ്പിക്കുന്ന ഡോക്ടറിൻസ് ഉണ്ടെന്നും അങ്ങനെ ഗുരുതരമാകുന്ന അടിസ്ഥാന ഉപദേശങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന പഠിപ്പീരുകളുണ്ടെന്നും എനിക്ക് സത്യത്തിൽ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കുവാനിടയായി തീർന്നത്. കേരളത്തിൽ അങ്ങനെ ചില ഗ്രൂപ്പുകൾ സ്നാനം വേണ്ട, കർത്തൃമേശ വേണ്ട, ഇതൊക്കെ ന്യായപ്രമാണ കാലത്തിലുള്ള കാര്യങ്ങളാണ്, പൗലോസ് പഠിപ്പിച്ച പുതിയ ഡോക്ടറിന് അങ്ങനെയല്ല, പൗലോസിന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ആ സഭ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടറിൻസ് ഉള്ള ചർച്ചകൾ കേരളത്തിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. സ്നാനത്തെക്കുറിച്ച് സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്ന അത്തരം പഠിപ്പീരുകൾക്കെതിരായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് പിന്നെയും മനസ്സിലായി, കർത്തൃമേശയും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഡോക്ടറിൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പെന്തക്കോസ്ത് സമൂഹത്തിലെ എല്ലാ പാസ്റ്റേഴ്സിനോടും ഓർപ്പിക്കുകയാണ്, പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലെയുള്ള ചില ചുരുക്കം പാസ്റ്റർമാരാണ്. പക്ഷേ അത് പോരാ. പെന്തക്കോസ്റ്റൽ സമൂഹം എല്ലാ വിശ്വാസികളെയും ഇങ്ങനെയുള്ള തെറ്റായ ഡോക്ട്രിൻസ് വരുമ്പോൾ അതിനെക്കുറിച്ച് വേണ്ട ബോധവൽക്കരണം കൊടുക്കണം. സഭാ നേതാക്കന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കണം. മാത്രമല്ല, ഞാൻ മുൻപോട്ട് വെക്കുന്ന ഒരു സജഷൻ, ഉപദേശ ഐക്യമുള്ള പെന്തക്കോസ്റ്റൽ സഭകൾ ഒന്നിച്ചു ചേർന്ന് ഉപദേശങ്ങൾ എന്താണോ, ദുരുപദേശങ്ങൾ എന്താണോ, ഇതിനെക്കുറിച്ച് ഓരോ സമയങ്ങളിലും ജനത്തിന് അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനം പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ അകത്തുണ്ടാകണം. ഉപദേശവൈക്യമുള്ള പെന്തക്കോസ്റ്റൽ സമൂഹം ഒന്നിച്ചു ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡി, അതായത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ സഭാ നേതാക്കന്മാരുടെയോ ഒരു ബോഡി, ഒരു കൂട്ടായ്മ, അത് ഓരോ സമയങ്ങളിൽ പുതുതായി വരുന്ന ദുരുപദേശങ്ങളെക്കുറിച്ച് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നൊരു സംവിധാനം പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഒരു നിർദ്ദേശം മുൻപോട്ട് വെക്കുകയാണ്. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾക്ക് ശക്തി കുറവാണ്. പലപ്പോഴും ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണുള്ളത്. അവർക്കറിയാം എങ്ങനെയാണ് ആ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കേണ്ടതെന്ന്. ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. പലപ്പോഴും ഇങ്ങനെ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ കൂടുതൽ അവരുടെ ചാനലുകളിൽ ഈ വെളിപ്പാട് പുസ്തകവും പ്രവചന വിഷയങ്ങളുമാണ് പറയുന്നത്. ആളുകൾക്ക് ഈ വിഷയങ്ങൾ അറിയാനും പഠിക്കാനും വലിയ ക്യൂരിയോസിറ്റി ആയതുകൊണ്ട് അങ്ങനെയുള്ള ചാനലുകളെ ആയിരക്കണക്കിന് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ശ്രദ്ധിച്ചത് ചില ചാനലുകളിൽ 10,000-60,000 സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. വെളിപ്പാട് പുസ്തകമൊക്കെ പഠിപ്പിക്കുന്നു എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ പ്രവചന വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ തോന്നാം. പക്ഷേ ആ ചാനലുകളിലൂടെയാണ് ഇത്തരം ദുരുപദേശങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആസാദിയുടെ ഒരു സ്വഭാവം, ആളുകളുടെ പേരോ ഒന്നും പറയാത്തത് കൊണ്ട് പേരുകൾ പറയുന്നില്ല. എന്നാൽ ഞാൻ എല്ലാ കേൾവിക്കാരോടും, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുള്ള മുഖ്യധാര പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുള്ള പാസ്റ്റേഴ്സിനോടും അപേക്ഷിക്കുകയാണ്, ഇത്തരം ചലനങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ മുന്നറിയിപ്പുകൾ, അപ്ഡേറ്റ്സ് സഭയിലുള്ള വിശ്വാസികൾക്ക് കൊടുക്കണം. നേതൃത്വം അതിന് ഉത്സാഹിക്കണം. നാം ഉദ്ദേശിക്കുന്നതിലുമൊക്കെ അപ്പുറമായിട്ട് ഇത്തരം ഉപദേശങ്ങൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വേദപുസ്തകം അല്പമെങ്കിലും അടിസ്ഥാനപരമായിട്ട് അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കറിയാം, സ്നാനവും തിരുമേശയുമൊക്കെ പുതിയ നിയമോപദേശമാണ്, അത് പഴയ നിയമോപദേശമല്ല എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. വേദപുസ്തകം വളരെ ലളിതമാണ്. അതിനെ ദയവ് ചെയ്ത് കോംപ്ലക്സ് ആക്കരുത്. ഏത് മനുഷ്യനും വായിച്ചാൽ മനസ്സിലാക്കുന്ന വിധത്തിലാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്നാനത്തെക്കുറിച്ചും തിരുമേശയെക്കുറിച്ചുമൊക്കെയുള്ള ഒത്തിരി വചനങ്ങൾ പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പഴയ നിയമ ഡോക്ടറിനല്ല, ഇതൊരു പുതിയ നിയമ ഡോക്ടറിനാണ്. പൗലോസ് ശ്ലീഹ ഒരിക്കൽ പോലും സ്നാനത്തെയോ കർത്തൃമേശയോ എതിർത്ത് സംസാരിച്ചിട്ട് ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ശുശ്രൂഷകളെക്കുറിച്ച് വ്യക്തമായ മാർഗരേഖകൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ പത്രോസ് പറഞ്ഞതുപോലെ പൗലോസ് തനിക്ക് കിട്ടിയ വെളിപ്പാടിനൊത്തവണ്ണം എഴുതിയ ലേഖനങ്ങളെ അന്ന് ആളുകൾ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നുവെന്ന് പത്രോസ് പറഞ്ഞതുപോലെ ഇന്നും തങ്ങളുടെ നാശത്തിനായി അനേകർ പൗലോസിൻ്റെയൊക്കെ ലേഖനങ്ങളിലെ ചില വാക്കുകളെ കോട്ടി മാറ്റി ദുരുപയോഗം ചെയ്ത്
തങ്ങളുടെയും തങ്ങളെ പിൻപറ്റുന്നവരുടെ നാശത്തിനുമായിട്ട് ഉപയോഗിക്കുന്നു. ക്രിസ്തീയ സഭയുടെ വളരെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ രണ്ടെണ്ണമാണ് തിരുമേശയും സ്നാനവും എന്നുള്ളത് കൊണ്ട് തന്നെ സാത്താനും ആ ഉപദേശങ്ങളെ തകർക്കണം, ആ ഡോക്ട്രിൻസ് നിലനിൽക്കൽ എന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഡോക്ട്രിൻസാണ്, ക്രിസ്തു സഭയ്ക്ക് ശരീരത്തിന് ആവശ്യമായ ഡോക്ട്രിൻസാണ്. അതില്ലായ്മ ചെയ്യുവാൻ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു ഡോക്ട്രിൻ നാം പഠിപ്പിക്കണമെങ്കിലും അത് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ, വേദപുസ്തകത്തിലുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയാണ് നാം പഠിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ട ശേഷം ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. അതായത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാക്കേണ്ട ഒരു ക്രമമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ പ്രിയപ്പെട്ട പാസ്റ്ററുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്. ഏത് ഡോക്ടറിന് സ്ഥാപിക്കപ്പെടുമ്പോഴും 2-3 പേരുടെ വാക്കുകളാൽ ഏത് കാര്യം ഉറപ്പാകുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ ഡോക്ടറിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ 2-3 വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെയോ യേശുവിൻ്റെയോ വാക്കുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് മാത്രമേ ഒരു ഡോക്ടറിനെ ഉണ്ടാക്കാൻ പാടുള്ളൂ. എവിടെയെങ്കിലും ഒരു കോണിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാക്ക് മാത്രം എടുത്തിട്ട് ഡോക്ടറിനെ ഉണ്ടാക്കാൻ പാടില്ല. ഗുരുതരമായ തെറ്റുകളാണ് ഇവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശ്വാസ സമൂഹം നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പിന്നെയും ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത്തരം ഡോക്ട്രിൻസിന് സ്വീകാര്യത കിട്ടുന്നത് ആരുടെ ഇടയിലാണെന്നറിയാമോ? ഈ പറഞ്ഞ മുഖ്യധാര പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഇടയിലല്ല. കാരണം അവർക്ക് വചനം അറിയാം. കുറഞ്ഞ പക്ഷം IPCയുടെയോ അസംബ്ലീസ് കോഡിൻ്റെയോ ഷാരോൻ്റെയോ ഒക്കെ അല്ല ചർച്ച കോഡിൻ്റെയോ ഒക്കെ ഒരു 10-12 ക്ലാസ് സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ഡോക്ട്രിനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം അതിൽ കൂടുതലുള്ള വലിയ ഡോക്ട്രിനൊന്നുമില്ല. ഒരു 12ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, അല്ലാതെ വലിയ തിയോളജിക്കൽ ഫണ്ടാ ഒന്നും ഇതിനകത്തൊന്നും പറയുന്നില്ല. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയുമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പെന്തക്കോസ്തുകാരന് ഇത് ദുരുപദേശമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ പുതുതായിട്ട് വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപക്ഷെ അത്രയും കാര്യങ്ങൾ അറിയില്ലായിരിക്കാം. അവർക്ക് വേണ്ടി ഞാനൊരു നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ സൺഡേ സ്കൂളിൽ ചേർന്ന് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ ചർച്ചിലെ സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അല്ലായെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് അങ്ങനെ ക്രമീകൃതമായ പാഠപുസ്തകം ഇല്ലെങ്കിൽ കുമ്പനാടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ പോകുമ്പോൾ IPCയുടെയൊക്കെ 12 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 12 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കിട്ടും. അല്ലെങ്കിൽ പുല്ലൂർ AGയുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബുക്ക് സ്റ്റാളിലും ഒക്കെ കിട്ടും. ഞാൻ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മുഴുവൻ പാഠപുസ്തകവും ഞാൻ വാങ്ങിച്ചു എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. IPCയുടെ മുഴുവൻ പാഠപുസ്തകം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഡോക്ടറിൻ പഠിക്കാൻ വേണ്ടിയാണ്. പണ്ടേ പഠിച്ചതാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് ഞാൻ വളർന്നു വന്നത്. അന്ന് ഞങ്ങളുടെ ആ ലോക്കൽ ചർച്ച് IPCയുടെ പാഠപുസ്തകമായിരുന്നു ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് IPCയുടെ 12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അന്നേ ഞാൻ പഠിച്ചതാണ്. പക്ഷേ ഒരു പ്രൂഫ് റെക്കോർഡ് എന്ന നിലയിൽ ഞാൻ എപ്പോഴും ആ പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കുന്നു. കൂടാതെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാഠപുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ പാഠപുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കാം. അടിസ്ഥാന ഡോക്ട്രിൻസൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ആരാ ചതിക്കപ്പെടുന്നതെന്നറിയാമോ? ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇങ്ങനെയുള്ള ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന വെബ്സൈറ്റ്സിനെ ഫോളോ ചെയ്യുന്ന നല്ലൊരു പങ്ക് ആളുകളും ഒന്നുകിൽ കാത്തലിക് ചർച്ചിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാമധേയ സമൂഹങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഉണർവ് ആഗ്രഹിക്കുന്ന, ദൈവവചനം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അവിടം വിടാൻ ആഗ്രഹമില്ല, എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആണ് ഇപ്രകാരമുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്നാനം വേണ്ട എന്ന് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. കാരണം അവർക്കൊരു വലിയ ഇടർച്ചയാണ് ഇപ്പോൾ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് പുറത്തു വന്ന് സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ. അപ്പോൾ ആരെങ്കിലും പഠിപ്പിക്കുകയാണ് സ്നാനം ഒന്നും രക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചാൽ അവർക്ക് വലിയ സന്തോഷമാകും. കാരണം ആ ഇടർച്ച അങ്ങ് നീങ്ങിപ്പോയി എന്നുള്ളതാണ് കാരണം. അപ്പോൾ സ്നാനം വേണ്ട, കർത്തൃമേശ വേണ്ട എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ആണ് പുതിയ നിയമോപദേശം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ട്രാപ്പിൽ പോയി വീഴുന്നത് കൂടുതലും മുഖ്യധാര പെന്തക്കോസ്ത് സമൂഹത്തിലെ ആളുകളല്ല, മറിച്ച് മറ്റ് സമുദായങ്ങളിലുള്ള അകത്ത് ഒരു ഉണർവ് ആഗ്രഹിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അനേകർ അങ്ങനെ പോയി വഴുതി വരുന്നു, ട്രാപ്ഡായി തീരുവാനിടയായി തീർന്നു. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ വലിയ ഒരു ചതിക്കുഴിയാണ്. ഇതിനകത്ത് വരുന്ന എല്ലാ വീഡിയോയും എല്ലാ
ഉപദേഷ്ടാക്കന്മാരും സത്യവചനം ആയിരിക്കില്ല പഠിപ്പിക്കുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഒരു കാര്യം സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മുട്ടിയത് സാത്താൻ്റെ വാതിക്കലായിരിക്കും. സാത്താൻ ഏൽപ്പിച്ച ആൾ തുടങ്ങിയ വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. തെറ്റായ ഉപദേശം പഠിക്കും. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് പോലെ നീ ആരിൽ നിന്ന് പഠിച്ചു എന്ന് ഓർക്കുക. നിശ്ചയം പ്രാപിച്ചത് ആരിൽ നിന്നാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം ഹും, ആരിൽ നിന്ന് നിങ്ങൾ വചനം പഠിക്കുന്നു. തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്ന് വചനം പഠിച്ചാൽ അവർ അവരെ തന്നെ മാത്രമല്ല അവരെ കേൾക്കുന്നവരെയും നരകത്തിൻ്റെ അഗ്നിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നവരാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് അബദ്ധം പറ്റരുത്. വചനം പഠിക്കേണ്ടത് അവിടെ ഇവിടെ സെർച്ച് ചെയ്തല്ല. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആദ്യം കിട്ടുന്ന റിസൾട്ട്സ് മുഴുവൻ ഒട്ടുമുക്കാലും തെറ്റായ ഉപദേശത്തിൻ്റെ ആയിരിക്കും, ദുരുപദേശ സംഘടനകളുടെ ആയിരിക്കും. അങ്ങനെ സെർച്ച് ചെയ്ത് സെൽഫ് സ്റ്റഡി ചെയ്തല്ല വചനം പഠിക്കേണ്ടത്. മറിച്ച് നല്ല മെൻറ്റർഷിപ്പ് ഉണ്ടാകണം. വചനം അറിയാവുന്ന നല്ല ദൈവദാസന്മാരിൽ നിന്ന്, ശരിയായ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരിൽ നിന്ന് ദൈവവചനം പഠിക്കണം. വേദപുസ്തകം ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളാണ്. നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിക്കുമ്പോൾ ആ വചനം തന്നെ നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. അപ്പോൾ സ്നാനം വേണ്ട, കർത്തൃമേശ വേണ്ട എന്ന് പറയുന്ന കുറേ ഉപദേശങ്ങളുണ്ട്. ഇതൊന്നും സത്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് സ്പഷ്ടമായി വ്യക്തമായി പുതിയ നിയമത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള ഉപദേശങ്ങളാണ്. ഇവരൊക്കെ വാദിക്കുന്ന ഒരു വാദഗതി രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല, പിന്നെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ശ്രദ്ധിക്കണമേ, രക്ഷയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ സ്നാനപ്പെടുന്നതും കർത്തൃമേശ എടുക്കുന്നതും. നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല. ഒരു ദൈവവചനവും പെന്തിക്കോസ്റ്റൽ ഡോക്ടറിനും പഠിപ്പിക്കുന്നില്ല നിങ്ങൾ കർത്തൃമേശ എടുത്താലേ സ്വർഗത്തിൽ പോകത്തുള്ളെന്ന്. മറിച്ച് കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതിനെ നാം അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ കർത്തൃമേശയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ചിലരൊക്കെ വാദിക്കുന്നത് യേശുവിൻ്റെ ശരീരമാണ് സഭ. അപ്പോൾ യേശുവിൻ്റെ ശരീരമായ സഭ എന്തിനാണ് ശരീരമെന്ന് പറഞ്ഞ് ഒരു റൊട്ടി മുറിച്ച് ഭക്ഷിക്കുന്നത്? ശരീരമല്ലേ? യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യേശുവിനെ ഓർക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകളാണ്. യേശുവിൻ്റെ ശരീരമാണ് സഭ എന്നുള്ളത് വാസ്തവം. പക്ഷേ തിരുമേശ ശുശ്രൂഷ, അപ്പവീഞ്ഞുകൾ, യേശുവിൻ്റെ ശരീരം നമ്മൾ മുറിച്ച് ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്. മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്. യേശുവിൻ്റെ ശരീരത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ ശരീരം നമുക്കായി സഹിച്ച പങ്കപ്പാടുകളെ ഓർക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ നമ്മോട് കൂടെയുള്ള യേശുവിനെ നമ്മൾ മറന്നുപോയോ, പിന്നെ ഓർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു വങ്കത്തരം, ഒരു തെറ്റായ പഠിപ്പീര് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം കർത്തൃമേശ വേണ്ട എന്ന് പഠിപ്പിക്കുന്നവർ പറയുന്ന ഒരു ന്യായമാണ് കേട്ടോ. നമ്മൾ തന്നെയല്ലേ യേശുവിൻ്റെ ശരീരം, ഇനി പിന്നെ യേശുവിൻ്റെ ശരീരത്തെ ഓർക്കേണ്ടത് ആവശ്യമാണോ? യേശുവിൻ്റെ ശരീരത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, യേശു കാൽവറി ക്രൂശിൽ നമുക്കായി സഹിച്ച പങ്കപ്പാടിനെ, ത്യാഗത്തെ, ആ വേദനകളെ, ആ പീഡാനുഭവങ്ങളെ ഓർക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. പഴയ നിയമത്തിൽ നിഴലായിട്ട് യാഗങ്ങൾ നടക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ പൊരുളായ യാഗം, യേശുക്രിസ്തുവിൻ്റെ യാഗം നടന്നു. ആ ബലി, ആ യാഗം, ആ കഷ്ടത, അതിനെ ഓർക്കുന്ന ശുശ്രൂഷ മാത്രമാണ് തിരുവത്താഴ ശുശ്രൂഷ. തിരുവത്താഴ സമയത്ത് അപ്പവീഞ്ഞുകൾ യേശുവിൻ്റെ ശരീരമായി മാറുന്നില്ല. ഇതാണ് പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ. ആരെങ്കിലും മറ്റേതെങ്കിലും വിധത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ അറിവില്ലായ്മയാണ്, തെറ്റിദ്ധാരണയാണ്, അടിസ്ഥാന പെന്തക്കോസ്ത് ഉപദേശമല്ല. പിന്നെ മറ്റു പലയിടത്തുനിന്നും കേട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ചിലർ അബദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം, ഇത് യേശുവിൻ്റെ ശരീരമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. തെറ്റിദ്ധാരണകൾ വേണ്ട. ഇത് പെന്തിക്കോസ്റ്റൽ ഡോക്ടറിനാണ്. ഞാൻ പിന്നെയും അഡ്വൈസ് ചെയ്യുന്നു, ചെറിയ ക്ലാസ്സുകളിലെ സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക, എന്താണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് വ്യക്തതയോടുകൂടെ പഠിക്കുക. അപ്പോൾ സ്നാനം വേണ്ട, കർത്തൃമേശ വേണ്ട എന്ന് പറയുന്ന ഉപദേശങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ഉപദേശങ്ങളാണ്. അങ്ങനെയുള്ള ഒത്തിരി പ്രയോഗങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബൈബിൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഈ ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മാറ്റണമെന്ന്. കാരണം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവവചനത്തിലെ സത്യം എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വലിയ ഒരു അറ്റാക്കാണ് ഉണ്ടാകുന്നത്. എവിടെ നിന്ന്? തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്ന് ഒരു വലിയ അറ്റാക്കാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും നെഗറ്റീവ് കമൻസ് വരുന്നു, അതൊക്കെയാണ് ഡിസ്ലൈക്കുകൾ വരുന്നു. കാരണം ഇവർക്ക് ആർക്കും ഒട്ടും ടോളറൻസ് ഇല്ല. അവർക്ക് വിമർശനത്തെ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വിമർശനം കേട്ടാൽ അത് ദൈവവചനത്തിൽ ശരിയോ തെറ്റോ എന്ന് നോക്കി അങ്ങനെ അതിനെ സമീപിക്കാൻ ഒരു കാരണവശാലും തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർക്ക്
പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്ക് ടു ബൈബിളിൻ്റെ എപ്പിസോഡ്സ് കൂടുതൽ വരുമ്പോൾ, കൂടുതൽ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നല്ല ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ, തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവർ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാൽ നമ്മൾ നല്ല ഡോക്ടറിൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികൾ വന്ന് ഒരു ലൈക്ക് പോലും ചെയ്യത്തില്ല, ഒരു ആമീൻ പോലും പറയുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ദുരുപദേശം പഠിപ്പിക്കുന്ന ചാനലുകളിലെ തെറ്റായ ഉപദേശത്തിൻ്റെ വീഡിയോകൾക്ക് 10,000-കണക്കിന് വ്യൂ ആ കിട്ടുന്നത്. കാരണം എന്താ? ജനത്തിൻ്റെ ക്യൂരിയോസിറ്റി. എന്ത് കാര്യം പുതുതായിട്ട് ആരെങ്കിലും പറയുമ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ആളുകൾ അത് കാണുന്നു. പക്ഷേ ശരിയായത് പഠിപ്പിക്കുന്നത് ആരും ശ്രദ്ധിക്കുകയുമില്ല, കാണുകയുമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയുമില്ല എന്നുള്ള വലിയൊരു ദുര്യോഗമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കൂടുതൽ സേഫ് ബാക്ക് ടു ബൈബിളിന് വേണ്ടി വേറെ ഒരു ചാനൽ തുടങ്ങുകയാണ് എന്ന് എനിക്ക് തോന്നുവാൻ ഇടയായി തീർന്നു. കാരണം നമ്മുടെ ആൾക്കാരുടെ തന്നെ ഒരു സ്തോത്രവും ഒരു ആമീൻ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സങ്കടമാണ്. മുൻപോട്ട് ഞാൻ പറയട്ടെ, കുറേ ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് വന്നു. അതായത് തിരുമേശയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ. കാൽ കഴുകൽ ശുശ്രൂഷയും തിരുമേശയുമായിട്ടുള്ള ബന്ധം എന്താണ്? രാത്രിയിൽ അത്താഴമായിട്ടാണോ തിരുമേശ എടുക്കേണ്ടത്? കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ തിരുമേശ കൊണ്ട് കൊടുക്കാമോ? ഇത്യാദി ചോദ്യങ്ങൾ വരുവാനിടയായി തീർന്നു. അങ്ങനെ ചോദ്യങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടവർക്ക് ഞാൻ തിരിച്ച് വോയിസ് മെസ്സേജിൽ മറുപടി കൊടുത്തു. ദീർഘമായ മറുപടികളായതുകൊണ്ട് ഞാൻ ഇനി രണ്ടാമത് ആ കാര്യങ്ങൾ പറയുന്നില്ല. ഈ വീഡിയോയുടെ മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ അത്തരം ചോദ്യങ്ങൾക്ക് ചില ഞാനിട്ട മറുപടി വോയിസ് മെസ്സേജസ് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുകയാണ്. കുറേ ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും കാൽകഴുകൽ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ തിരുവത്താഴത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, തിരുവത്താഴം ശുശ്രൂഷ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്തവർ സാക്ഷികളായി നിൽക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് മുമ്പോട്ടുള്ള വോയിസ് മെസ്സേജ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. പാദം കഴുകൽ ശുശ്രൂഷ വൺസ് ഇൻ എ വൈൽ നമ്മൾ നടത്തുന്നത് നല്ലതാണത്, അനുഗ്രഹമാണ്. ആ ഒരു സമർപ്പണത്തോടു കൂടി അത് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ പാദം കഴുകൽ ശുശ്രൂഷ അത് തിരുമേശയുടെ ഭാഗമായിട്ട് ചേർത്ത് ചെയ്യാൻ തക്കവണ്ണം കർത്താവ് നൽകിയൊരു കൽപ്പനയായിട്ടല്ല നമ്മൾ കാണുന്നത്. കർത്താവ് അവിടെ ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം എന്തായിരുന്നു? നിങ്ങളിൽ വലിയവനാര്? അപ്പോൾ ആ വലിയവനാര് എന്നുള്ള തർക്കമുണ്ടായത് മനസ്സിലാക്കി കർത്താവാണ് ശിഷ്യന്മാരുടെ പാദം കഴുകി, ഏറ്റവും വലിയവനെന്ന് അവരംഗീകരിച്ചിട്ടുള്ള ഗുരു തന്നെ പാദം കഴുകി ഏറ്റവും ചെറിയവനായിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പം അങ്ങനെ തർക്കമുണ്ടാകാനുള്ളൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പെസഹയുടെ വിരുന്ന് നടക്കാൻ പോവുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് പെസഹയുടെ വിരുന്ന് നടക്കുമ്പോൾ ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരുമ്പോൾ ആ വീട്ടിലെ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആരാണോ വിരുന്ന് വെച്ചത് ആ ആളാണ് പാദം കഴുകുന്നത്, അല്ലെങ്കിൽ ആ ആളുടെ ജോലിക്കാരാണ് പാദം കഴുകുന്നത്. വലിയവൻ്റെ പാദം ചെറിയവൻ കഴുകുന്നു എന്നാണ് വരുന്നത്. വലിയൊരു അതിഥിയാണ് വന്നതെങ്കിൽ വീട്ടുകാരൻ തന്നെ ഇറങ്ങിച്ചെന്ന് പാദം കഴുകും. അല്ല, ഒരു സാധാരണക്കാരൻ അതിഥിയാണെങ്കിൽ വീട്ടിലെ വേലക്കാർ പോയിട്ട് പാദം കഴുകും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, അവിടെ ആ വിരുന്നിൻ്റെ ആതിഥേയൻ യേശുവാണ്. അപ്പം യേശു വന്ന് മറ്റ് ശിഷ്യന്മാരുടെ പാദം കഴുകാൻ പറ്റുമോ? ഗുരു ഏറ്റവും വലിയവനല്ലേ. പക്ഷേ അവിടെ വിരുന്ന് നടക്കുമ്പോൾ പാദം കഴുകണം. പാദം കഴുകൽ ശുശ്രൂഷയല്ല, ശുദ്ധീകരണ നിയമപ്രകാരം അവർക്ക് പാദം കഴുകണം. അപ്പോൾ ആര് വെള്ളം ഒഴിച്ചു കൊടുക്കും? ഗുരുവിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാൻ പറ്റുമോ? ഗുരുവാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെസഹ ഗുരുവിൻ്റെ കെയർ ഓഫിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിലെ ഏറ്റവും ചെറിയവനാണത് ചെയ്യേണ്ടത്. പക്ഷേ ആരാ നമ്മളിലെ ചെറിയവനെന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു ബുദ്ധിയാണ് നമ്മളിലെ വലിയവൻ ആരാണെന്ന് കണ്ടെത്തുക. വലിയവൻ ആരാണെന്നുള്ള ചർച്ച ഉണ്ടാകുമ്പോൾ ഇന്നാർ വലിയവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയവൻ ഇന്നാൾ, രണ്ടാമത്തവൻ ഇന്നാർ, ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയവൻ ആരെന്ന് വെളിപ്പെടും. അപ്പം ചെറിയവനെ കൊണ്ട് പാദം കഴിക്കുക, ഇതൊക്കെ അവരുടെ മനസ്ഥിതി. ഇത് യേശു തിരിച്ചറിഞ്ഞിട്ട് യേശു തന്നെ എല്ലാവരുടെയും പാദം കഴുകി. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. നിങ്ങളിൽ ശ്രേഷ്ഠനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ സേവകനാകണം, അവൻ സെർവൻ്റ് ആകണം. അപ്പോൾ അത് ക്രിസ്തീയ ഒരു ശുശ്രൂഷയുടെ സമർപ്പണത്തെ കാണിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിലും അത് എഴുതിയിട്ടില്ലായിരുന്നു.
നാലാമത്തെ സുവിശേഷമാകുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ ഒരു രംഗം എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മറ്റ് സുവിശേഷകന്മാർ അത് എഴുതിയില്ല? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പറയുന്ന അഭിപ്രായം, ആദ്യത്തെ 3 സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ നാലാമത്തെ സുവിശേഷം എഴുതിയപ്പോഴേക്കും സഭയിൽ ഉടലെടുത്തു. അതായത് സഭയിൽ അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, നിക്കോലേവ്യരുടെ നടപ്പെന്നൊക്കെ പറഞ്ഞ് എഫെസോസ് സഭയോട് ദൂത് പറയുന്നില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ? യോഹന്നാൻ ശുശ്രൂഷിച്ച സഭയാ എഫെസോസ് സഭ. യോഹന്നാൻ അവിടുത്തെ മൂപ്പനായിരുന്നു. അപ്പോൾ ആ സഭയിൽ തന്നെ നിക്കോലേവ്യരുടെ നടപ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡോക്ടറിൻ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിൻ എന്തുവാ? അതായത് ശുശ്രൂഷകന്മാർക്ക് സ്ഥാനവസ്ത്രങ്ങൾ, അധികാരങ്ങൾ ഇതൊക്കെ വേണമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിനുണ്ടായിരുന്നത് പോലെ പുതിയ നിയമ ശുശ്രൂഷകർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന, അതോറിറ്റീസ് ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ. അങ്ങനെയുള്ള ചിന്താഗതികൾ വന്നപ്പോൾ യോഹന്നാന് മനസ്സിലായി തൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം കൂടെ ഉൾപ്പെടുത്തണം. യേശു പഠിപ്പിച്ചത് നേതാവാകാനല്ല, യേശു പഠിപ്പിച്ചത് ഒരു സേവകനാകാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ ഭാഗം കൂടെ ആഡ് ചെയ്തത്. കാരണം ആ സമയമായപ്പോഴേക്കും സഭയിലെ ചില പ്രത്യേക ചിന്താഗതികളെ അഡ്രസ്സ് ചെയ്യാനാണ് അത് ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ആ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം സേവകനാകുക, ശുശ്രൂഷിക്കുക എന്ന അർത്ഥമാണുള്ളത്. ഞാൻ ചെയ്തത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെത്താൻ താഴ്ത്തണമെന്നും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി തീരണമെന്നും നേതാവാകുകയല്ല ക്രിസ്തീയ വിളി എന്നുള്ള ആ ആശയമാണ് നമ്മളതിൽ നിന്ന് എടുക്കേണ്ടത്. എന്നാൽ അത് വേണമെങ്കിൽ ഒരു കർത്താവ് കാണിച്ചൊരു മാതൃക എന്ന വണ്ണം നമുക്കത് ചെയ്യാം. ഈ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിലെ കർത്തൃമേശയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പാദകഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് കർത്തൃമേശ ശുശ്രൂഷയുടെ ഭാഗമല്ല. കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതെന്ന് പറഞ്ഞ് താൻ പറയുമ്പോൾ തിരുമേശ ശുശ്രൂഷയുടെ ആ ഭാഗം മാത്രമാണ് പറയുന്നത്. അപ്പോൾ അത് കർത്തൃമേശ ശുശ്രൂഷയുടെ ഭാഗമല്ല. പക്ഷേ വൺസ് ഇൻ എ വൈൽ നമ്മുടെ ചർച്ചകളിൽ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പാദം കഴുകുമ്പോൾ നമുക്കിഷ്ടമുള്ള ആളിനെ സെലക്ട് ചെയ്ത് അവരുടെ പാദം കഴുകി നമ്മൾ തൃപ്തി അടയരുത്. പലപ്പോഴും പലയിടത്തും അങ്ങനെയാണ് സംഭവിച്ചത്. പാദം കഴുകൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഞാൻ ആരുടെ പാദം കഴുകണം, അത് നേരത്തെ മനസ്സിൽ കണക്കൂട്ടി ആ ആളിനെ വിളിച്ചുകൊണ്ട് പോയി പാദം കഴുകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭേദങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പാദം കഴുകുമ്പോൾ എളിമയെ കാണിക്കുന്നു. നേതാക്കന്മാരുടെ പാദം കഴുകാൻ നമുക്ക് സന്തോഷമായിരിക്കാം. വലിയൊരു ദേവദാസിൻ്റെ കാല് കഴുകിയാൽ അതിനൊരു വലിയ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകാം. എന്നാൽ വലിയവൻ ചെറിയവൻ്റെ പാദം കഴുകുമ്പോഴുള്ള അനുഗ്രഹത്തെക്കുറിച്ച്, ആ എളിമയെക്കുറിച്ചുള്ള ബോധ്യത്തോട് ചെയ്തെങ്കിലേ അതിൻ്റെ ഒരു ശരിയായ യേശു അർത്ഥമാക്കിയ ആ ഒരു കാര്യം പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. ഇതാണ് പാദം കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 27 ശുശ്രൂഷ വൈകുന്നേരങ്ങളിലായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അഗപ്പെ സദ്യയുടെ കൂടെ. ഈ അഗപ്പെ സദ്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റ് പല റെഫറൻസ് ഉണ്ട്. അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ അല്ലെങ്കിൽ കല്ലുകൾ എന്ന് പറയുന്ന വചനമൊക്കെയുണ്ട്. സ്നേഹസദ്യ, അഗപ്പെ സദ്യ. ആ അഗപ്പെ സദ്യയുമായിട്ടാണ് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെ കല്ലുകടി നമ്മൾ പറയത്തില്ലേ, അതിനെ ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഗപ്പെ സദ്യ നടക്കുമ്പോൾ ഒന്ന് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് തിരുവത്താഴമല്ല, അത് അഗപ്പെ സദ്യയാണ്. ആ കാലഘട്ടത്തിലെ ആ സ്നേഹം കാണിക്കുക. പണ്ടൊക്കെ നമ്മുടെ VBSകളിൽ ഒരു ദിവസം അഗപ്പെ ഡേ നമ്മൾ വെക്കുമായിരുന്നല്ലോ. എല്ലാ വീടുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ട് പരസ്പരം അത് ഷെയർ ചെയ്ത് കഴിക്കുക, ചെറിയവനും വലിയവനും ഒന്നും ഇല്ലാതെ. പക്ഷെ കൊരിന്തിലെ പ്രശ്നം, കൊരിന്തിൽ അഗപ്പെ സദ്യക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം ഷെയർ ചെയ്യാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അവർ തന്നെ അങ്ങ് കഴിക്കുക, മറ്റുള്ളവർ വരാൻ കാത്തിരിക്കുന്നില്ല. അപ്പം പൗലോസ് പറഞ്ഞത് തെറ്റാണ്. കാരണം പങ്കുവെക്കുക എന്നുള്ളതാണ് അഗപ്പയുടെ അകത്തെ വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. ചെറിയവനും വലിയവനും എല്ലാം
പരസ്പരം ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്നു. അതിന് കാത്തിരിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഭക്ഷണം നമ്മൾ തന്നെ കഴിച്ചേക്കാം, വേറെ ആർക്കും കൊടുക്കാതെ കഴിക്കുന്നൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു. അതിനെയാണ് പൗലോസ് വിമർശിക്കുന്നത്. അപ്പം പിന്നെ പറയേണ്ട കാര്യം, അന്നത്തെ കാലത്ത് ഈവനിങ്ങിൽ നടക്കുന്ന അത്താഴങ്ങളായിരുന്നു കർത്തൃമേശയുടെ സമയമെങ്കിലും പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭായോഗത്തോടനുബന്ധിച്ച് കർത്തൃമേശ വെക്കുന്ന പതിവാണ് ഉള്ളത്. ഇപ്പം കർത്തൃമേശ ഏത് സമയത്ത് വെക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഇല്ല. അതായത് അത്താഴമായിട്ട് അത് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പെസഹയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇന്ന രീതിയിൽ അത് ചെയ്യണം എന്നുണ്ടല്ലോ, പക്ഷേ അങ്ങനൊരു ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മറിച്ച് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും, എപ്പോൾ ചെയ്യണം, കൂടി വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു രീതി, നമ്മൾ സഭായോഗം പകൽ മാത്രം കൂടുന്നു, അപ്പോൾ ആ കൂടി വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. അതിനകത്ത് മറ്റുള്ളവർ സാക്ഷികളായിട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അന്നത്തെ കാലത്ത് മറ്റുള്ളവരെ ഉൾപ്പെടുത്താത്തത് അവരെ ഇരുത്തിക്കൊണ്ട് നമ്മൾ തന്നെ എടുക്കേണ്ടത് ശരിയല്ലല്ലോ എന്ന കാരണം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ തന്നെ അഗപ്പെ സദ്യ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് മറ്റുള്ളവർ വരണ്ട എന്നൊരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവർ വന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. നമ്മളത് പ്രത്യേകം പറയുന്നു, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടാത്തവർ, വിശുദ്ധ ജീവിതം നയിക്കാത്തവർ ഇതിൽ പങ്കെടുക്കരുതെന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ അവർ സാക്ഷികളായിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലർക്കും തോന്നുന്നത്, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കണം, അല്ലെങ്കിൽ ഞാൻ തിരുവത്താഴ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ വേണ്ടി ജലസ്നാനത്തിലേക്ക് നയിക്കപ്പെടണം എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാകുന്നത് അപ്പോഴാണ്. ഞാനങ്ങനെ ഒത്തിരി പേരുടെ അനുഭവം കേട്ടിട്ടുണ്ട്. കർത്തൃമേശ എടുക്കാതെ മാറിയിരിക്കുമ്പോൾ എനിക്കും തിരുമേശയിൽ പങ്കെടുക്കണം, എനിക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല എന്ന് ഉള്ള ചിന്ത അവരെ ആത്മീക സത്യങ്ങളിലേക്ക് നടത്തിയതും മുന്നേറുവാൻ സഹായിച്ചതും ഒക്കെ നമുക്ക് പല അനുഭവങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ഉപകാരമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അതായത് ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ സാക്ഷികൾ ആരും ഉണ്ടാകില്ലെന്നുള്ള വാക്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ രീതി അത് വേദപുസ്തകത്തിനെതിരൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാലത്ത് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നു. വേദപുസ്തകത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരല്ലാത്തത് കൊണ്ട്, വേദപുസ്തകത്തിൽ കർത്തൃമേശയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾക്കെതിരല്ലാത്തത് കൊണ്ട് നമുക്കത് ഫോളോ ചെയ്യാം. എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചിട്ട് അവിടെ ഒരു തിരുവത്താഴം വെക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിതെന്താ പറയുന്നതെന്നറിയാം, എൻ്റെ ജീവിതത്തിലൊരു പേഴ്സണൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എൻ്റെ പിതാവ് വർഷങ്ങളായിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെയായിരുന്നു, യോഗത്തിനൊന്നും പോകാൻ, ചർച്ചിൽ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഒത്തിരി വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ. അതുകൊണ്ട് ദീർഘവർഷങ്ങൾ എൻ്റെ പിതാവ് തിരുവത്താഴം എടുത്തില്ല. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് പപ്പാട് ആരംഭിച്ചു തന്നു. അപ്പോൾ ആ ഫാസ്റ്റിംഗ് പ്രയറിൽ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ഒരു പ്രേരണയുണ്ടായി. എൻ്റെ പപ്പ എത്ര നാളായി തിരുവത്താഴം എടുത്തിട്ട് ഏതെങ്കിലും വിധത്തിൽ പപ്പായെ ചർച്ചിലൊന്ന് കൊണ്ടുപോകണം, അവിടെ തിരുവത്താഴം നടക്കുമ്പോൾ അതൊന്ന് പങ്കെടുത്താൽ നല്ലതായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി. പക്ഷേ ആ മനസ്സിൽ ചിന്ത അത് പരിശുദ്ധാത്മാവിനാൽ തന്നൊരു നിയോഗമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഞാനത് പപ്പായോട് പറഞ്ഞു. പപ്പ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ് കാരണം ചർച്ച് വരെ സഞ്ചരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞതങ്ങ് നടന്നില്ല. പിന്നെ ഞാൻ ഉപവാസപ്രവർത്തനം കഴിഞ്ഞ് ബോംബെ തിരിച്ചു വന്നു. അതിൻ്റെ പിറ്റേ മാസം പപ്പ നിത്യതയിൽ ചേർക്കപ്പെടുകയാണ്. 1-1.5-2 മാസത്തിനകം നിത്യതയിൽ ചേർക്കപ്പെടുകയാണ്. അപ്പം നിത്യതയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം എനിക്കത് വലിയ വിഷമമായി. കാരണം പപ്പായ്ക്ക് അവിടോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്ററും ചർച്ചുകാരും ആ ഫാസ്റ്റിംഗ് പ്രയറിൽ തന്നെ അത് തീരുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആ ഒരു ശുശ്രൂഷ ചെയ്തായിരുന്നെങ്കിൽ അനുഗ്രഹമായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിൽ വീട്ടിലെ സഭകളായിരുന്നു, വീട്ടിലെ സഭകളിലാണ് തിരുവത്താഴ ശുശ്രൂഷ നടന്നത്. അപ്പം നമ്മൾ ദൈവമക്കൾ വീട്ടിലെ സഭയായിട്ട് കൂടി അങ്ങനെ തിരുവത്താഴ ശുശ്രൂഷ ചെയ്താൽ അതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ പള്ളികളിലോ ചർച്ച് എന്ന ബിൽഡിങ്ങിലോ നമ്മൾ വിശ്വസിക്കുന്നവരല്ലല്ലോ. വചനം പറയുന്നത് നമ്മൾ കൂടി വരുന്ന സ്ഥലം അത്
നമ്മൾ കൂടി വരുമ്പോൾ, അപ്പോൾ കൂടി വരുന്നത് എവിടെയാണ്? ആ കാലഘട്ടത്തിൽ വീട്ടിലെ സഭകളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ സഭകളിൽ അത് നടത്താം. അപ്പോൾ അങ്ങനെ ചർച്ചിൻ്റെ ആ ഒരു അധികാരത്തിൽ ചർച്ച് പാസ്റ്റേഴ്സ് ഒരു വീട്ടിൽ വെച്ച് ഒരു തിരുവത്താഴ ശുശ്രൂഷ ചെയ്ത് ആ കിടപ്പ് രോഗിക്ക് അത് കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷമാണ്. അത് നമ്മൾ ഈ പട്ടത്ത സഭകൾ ചെയ്യുന്ന പോലെ അന്ത്യകുർബാന കൊടുക്കുകയല്ല. വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു രോഗിക്കൊരാഗ്രഹം, തിരുമേശയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അവരാഗ്രഹം ഉള്ളപ്പോൾ അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. കിടപ്പ് രോഗികളെ സ്നാനപ്പെടുത്തിയിട്ടില്ലേ, അതുപോലെ ഒരു അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെ വല്ലപ്പോഴും അത് കിടപ്പ് രോഗികളെ വീട്ടിൽ തിരുവത്താഴം വെച്ച് കൊടുത്ത് അവരെ പറഞ്ഞയക്കണം എന്നൊരു രീതിയിലേക്ക് പോകുമ്പോൾ തെറ്റാകുന്നു. പക്ഷേ നാളുകളായി കിടക്കുന്നവർക്കുള്ള ആ ആഗ്രഹത്തെ നമ്മൾ മാനിച്ചാൽ അതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ വോയിസ് മെസ്സേജസ് കേട്ടല്ലോ. ഇത് പെട്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ അല്പം കൂടെ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്, ക്ലാരിറ്റി ആവശ്യമാണ്. പ്രത്യേകിച്ചും കിടപ്പ് രോഗികളെക്കുറിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒരു കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാൾ ദീർഘവർഷങ്ങൾ തിരുമേശ എടുക്കുവാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അവരുടെ ഭവനത്തിൽ ഒരു ശുശ്രൂഷ വെച്ച് തിരുമേശ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ്. എന്നാൽ ശ്രദ്ധിക്കണം, സഭായോഗത്തിന് നടന്ന തിരുമേശയുടെ ഒരു ഭാഗം പാഴ്സൽ ചെയ്ത് അങ്ങനെയുള്ള കിടപ്പ് രോഗികൾക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് ആരോ എന്നോട് ചോദിച്ചു. അത് ശുശ്രൂഷയുടെ ആ ഒരു മാന്യതയ്ക്ക് അത് ഭൂഷണമല്ല, അത് ശുശ്രൂഷയെ അതിൻ്റെ ഗൗരവത്തോട് കാണാത്തതിന് തുല്യമാണ്. അങ്ങനെ ഉള്ള ഒരു കാര്യം ആരും ചെയ്യരുത്. തിരുമേശ ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാകാനുള്ള അനുവാദം കൊടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം അപ്പവീഞ്ഞുകൾ ശേഷിക്കുന്നത് നമ്മൾ എല്ലാവർക്കും കൊടുത്തു വിടുമോ? ഇല്ലല്ലോ. ആരും കഴിച്ചോളാൻ പറയുമോ? ഇല്ലല്ലോ. തിരുമേശ ശുശ്രൂഷയിൽ പങ്കെടുത്തവരല്ലേ അതിൽ ഭാഗവാക്കാകുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഉപയോഗിച്ച അപ്പവും വീഞ്ഞും പാഴ്സൽ ചെയ്ത് ഒരു കാരണവശാലും വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ചില ചോദ്യങ്ങൾ അങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉത്തരം പറവാനിടയായി തീർന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ, തിരുമേശ ശുശ്രൂഷയിൽ അപ്പവീഞ്ഞുകൾ അത് വാഴ്ത്തപ്പെടുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി നൽകിയതാണ്. അപ്പവീഞ്ഞുകളല്ല വാഴ്ത്തപ്പെടുന്നത്, പക്ഷേ അവ അനുഗ്രഹിക്കപ്പെടുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, തിരുമേശയല്ല സാധാരണ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സ്തോത്രം ചൊല്ലി അതിനെ അനുഗ്രഹിച്ച് ഭക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു അനുഗ്രഹമായി തീരുന്നത്? അപ്രകാരം ഉള്ള ഒരു അനുഗ്രഹം അതിന്മേൽ ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ അപ്പവീഞ്ഞുകൾ വസ്തുമാറ്റം സംഭവിക്കുകയോ വാഴ്ത്തപ്പെടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുമേശ മേശയിൽ ചിലരോട് ചോദിക്കുവാനിടയായി തീർന്നു, ഈ കാലത്ത് വലിയ വലിയ ചർച്ചകളിൽ ഒന്നിലധികം അപ്പങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം കപ്പുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാ കപ്പും എടുത്ത് പ്രാർത്ഥിക്കണ്ടേ? എല്ലാ അപ്പവും എടുത്ത് പ്രാർത്ഥിക്കണ്ടേ? ഇല്ല. ആ മേശയിൽ എന്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി കോമൺ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ തിരുമേശ ശുശ്രൂഷ നടക്കുമ്പോൾ ആ വീഞ്ഞിൻ്റെ കപ്പുകൾ വെച്ചിരിക്കുന്ന ട്രേ കരങ്ങളിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നിലധികം ട്രേ ഉണ്ട്, അത് പക്ഷേ എല്ലാ ട്രേയും കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ട്രേ മാത്രം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മേശമേൽ വെച്ചിരിക്കുന്നത് മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന് എനിക്കറിയാം, പക്ഷേ അത്യാവശ്യം മറുപടികൾ നൽകി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.